വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നതിന് ശേഷം അതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ബംഗാളിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വിജയമാണ് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. കാരണം അതോടുകൂടി വടക്കേ ഇന്ത്യ ഏറെക്കുറെ മുഴുവനായും ഇതോടെ സംഘികളുടെ ഭരണത്തിന് കീഴിലായിട്ടുണ്ട്. അതിലുപരി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അവരവലംബിച്ച രീതികൾ ആണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, NIA, ED, CBI മുതലായ നിരവധി കേന്ദ്ര സ്ഥാപനങ്ങൾ, കോടതികൾ എന്നിങ്ങനെ എല്ലാവിധത്തിലുള്ള കേന്ദ്ര ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി കൂട്ടത്തിൽ കോടിക്കണക്കിന് പണവും ഒഴുക്കിയാണ് BJP ആ വിജയം നേടിയത്. കുറേ കാലമായിട്ട് ബംഗാളിൽ ബജ്രംഗ് ദള് മുതലായ സംഘടനകൾ വഴി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വർഗീയ ധ്രുവീകരണം ഇതിനൊരു പശ്ചാത്തലമൊരുക്കിയിട്ടുണ്ട്. ബംഗാളിൽ അങ്ങനെ അധികമൊന്നും ആചരിക്കാതിരുന്ന രാമനവമി പോലുള്ള ആഘോഷങ്ങൾ അക്രമാസക്തമായ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ആഘോഷങ്ങളായിട്ടാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്, ബജ്രംഗ് ദളിൻ്റെയും മറ്റൊക്കെ മുൻകൈയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഈ പറയുന്ന സംവിധാനങ്ങൾ, ഭരണഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിജയം അതിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ബംഗാളിൽ 93% വോട്ടിംഗ് നടന്നു എന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു പലരും. എന്ത് തരത്തിലുള്ള ജനാധിപത്യത്തിലേക്കാണത് വഴിവെച്ചത് എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവായിരുന്നു BJPയുടെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി കൽക്കത്തയിലെ മുസ്ലിം കടകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത ദൃശ്യങ്ങൾ. തെരഞ്ഞെടുപ്പും ഫാസിസവും, ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതീകം കൂടിയായിരുന്നു അത്. ഭരണഘടനാപരമായ ഇടപെടൽ പ്രധാനമായിട്ടും അവരവിടെ നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെയാണ്. തീവ്ര വോട്ടർ ലിസ്റ്റ് പരിശോധനയുടെ പേരിൽ 91 ലക്ഷം പേരെയാണ് വോട്ടവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്. അതായത് ഏതാണ്ട് അവിടുത്തെ മൊത്തം ഉണ്ടായിരുന്നവരിൽ 12%. പേരിലെ അക്ഷരത്തെറ്റുകളും മറ്റൊക്കെ ചൂണ്ടിക്കാട്ടി അത് അവരുടെ സോഫ്റ്റ്വെയറിന് വായിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് യുക്തിപരമായ പൊരുത്തക്കേട് എന്നൊരു പുതിയൊരു തരംതിരിവ് അവർ കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് സ്ഥലം മാറിപ്പോയവർ, മരിച്ചവർ എന്നിവ കൂടാതെ യുക്തിപരമായ പൊരുത്തക്കേട്. ഈ യുക്തിപരമായ പൊരുത്തക്കേടിൻ്റെ പേരിലാണ് 60 ലക്ഷം പേരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. ഉദാഹരണത്തിന് മുഹമ്മദ്, MOHAMMED എന്നുള്ള സ്പെല്ലിങ് ഒരു ലിസ്റ്റിലും വേറൊരു ലിസ്റ്റിൽ അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഐഡൻറ്റിറ്റി കാർഡിൽ MUHAMMED എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ മാതിരി യുക്തിപരമായ പൊരുത്തക്കേടാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഇംഗ്ലീഷിലാണ് ഈ സ്പെല്ലിംഗ് പ്രശ്നം ഉണ്ടാകുക. ബംഗാളി ഭാഷയിൽ മുഹമ്മദ് തന്നെയായിരിക്കും. ഇപ്പോൾ മലയാളത്തിൽ നമുക്കറിയാമല്ലോ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 60 ലക്ഷം ആൾക്കാരുടെ പേര് നീക്കം ചെയ്തത്. ഈ നീക്കം ചെയ്ത ആൾക്കാരുടെ പേര് ലഭ്യമാക്കണം. കോടതികളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ കേസ് വാദിച്ച് അവസാനം സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു. ഒഴിവാക്കിയ ആൾക്കാരുടെ പേരുകളുടെ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ആ ലിസ്റ്റ് അപ്പോൾ അവർ നൽകിയത് അത് ഉപകരിക്കാത്ത രീതിയിലാണ്. അതായത് അത് പരിശോധിച്ചിട്ട് ആരുടെയൊക്കെ പേരാണ് എവിടേക്കാണ് നീക്കം ചെയ്തതെന്ന് കണ്ടുപിടിക്കുക ഒട്ടും എളുപ്പമല്ലാത്ത രീതിയിലുള്ളൊരു തരത്തിലുള്ള PDF-ൻ്റെ കോപ്പികളാണ്, ഇമേജ് കോപ്പി എന്നാണ് പറയുക. അത് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല, തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തു ആൾക്കാർ. ഇങ്ങനെയുള്ള സാധനം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കോടതി അതിലിടപെട്ടില്ല. അവനെ
എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ നീതി നടപ്പാക്കിയെന്നൊരു നാട്യമല്ലാതെ യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നീതികേട് തടയാനായിട്ട് അതിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവപൂർവമായ ശ്രമം ഉണ്ടായില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ കമ്മീഷൻ നൽകിയ ലിസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് വിവരങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ വാർത്താ ചാനൽ ശ്രമിച്ചു. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വളരെ പ്രകടമായ വർഗീയ വിവേചനമാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു ഉദാഹരണത്തിന് കൽക്കത്തയിലെ 2 നിയോജക മണ്ഡലങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ അവിടുത്തെ മൊത്തം വോട്ട് ഏതാണ്ട് 3.5 ലക്ഷമാണ്. ഇതിൽ 57% ഹിന്ദുക്കളും 40% മുസ്ലിങ്ങളും വരും. പക്ഷേ യുക്തിപരമായ പൊരുത്തക്കേടിൻ്റെ പേരിൽ പരിശോധനയ്ക്കായി തുടർ പരിശോധനയ്ക്കായി തടഞ്ഞു വെച്ചവരിൽ, അതായത് വോട്ട് ചെയ്യാൻ അനുവാദമില്ലാതെ തടഞ്ഞു വെച്ചവരിൽ ഹിന്ദുക്കൾ 31%, മുസ്ലിങ്ങൾ 67%. അതായത് വോട്ടുള്ളവരുടെ അനുപാതത്തെ കവച്ചു നിൽക്കുന്ന വിധത്തിലാണ് മുസ്ലിങ്ങളുടെ വോട്ട് തടഞ്ഞു വെച്ചേക്കുന്നത്. ആകെ 40% അവരുള്ളത് വോട്ട് ചെയ്യാൻ അവകാശമുള്ള ആൾക്കാർക്കിടയിൽ നിന്ന്. അതിൽ പക്ഷേ തടഞ്ഞു വച്ചത് 67%. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പ്രകടമായ വർഗീയ വിവേചനമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പെട്ടത്. സുപ്രീം കോടതി വീണ്ടും ഞങ്ങളിതാ നീതിപൂർവ്വം കാര്യങ്ങൾ നടത്തുന്നു എന്ന് കാട്ടിക്കൂട്ടാനായിട്ട് കുറേ ജഡ്ജിമാരെ വച്ചിട്ട് പരിശോധനയ്ക്ക് നിയമിച്ചു. ജാർഖണ്ഡിൽ നിന്ന് മറ്റൊക്കെ ഒറീസയിൽ നിന്നൊക്കെ തന്നെ ജഡ്ജിമാരെ വിളിച്ചു കൂട്ടി അതിനായിട്ടൊരു പ്രത്യേക തീരുമാനം കോടതിയുടെ സ്വമേധയാ കേസെടുത്ത് നടപടി വിധി പുറപ്പെടുവിച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കവച്ച് വെച്ചുകൊണ്ടുള്ളൊരു ഇടപെടലായിട്ടൊക്കെയാണ് തോന്നിച്ചത്. പക്ഷേ ഈ നടപടി എന്ന് പറയുന്നത്, ഈ പരിശോധന എന്ന് പറയുന്നത് നീക്കം ചെയ്തവരിൽ, ഇങ്ങനെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തവരിൽ കഷ്ടിച്ച് പകുതിക്ക് മാത്രമാണ് അത് നടത്താൻ കഴിഞ്ഞുള്ളൂ. ആ പകുതിയിൽ തന്നെ പകുതിയിൽ താഴെ മാത്രമേ അവസാനം വോട്ടിന് അർഹമായി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കാട്ടിക്കൂട്ടൽ, നീതി നടപ്പാക്കി എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിലുള്ള നീതികേട് തിരുത്തുന്ന നടപടിയല്ല ഉണ്ടായത്. കാരണം അത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കേണ്ടിയിരുന്നു. ഇത്രയധികം ആൾക്കാരെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് നീതികേടാണ്, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാമായിരുന്നു. പക്ഷേ അവിടെ സുപ്രീം കോടതി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇടപെടാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ അപ്പീലും റിട്ടുമായിട്ട് വന്നോളൂ, അപ്പോൾ ഞങ്ങൾ നോക്കാമെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫലം ആദ്യം നമുക്ക് ഉറപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഫലത്തിൽ എങ്ങനെയാണിത് പ്രതിഫലിച്ചതെന്ന് നമ്മൾ നോക്കാം. 25,000 വോട്ടുകളിൽ അധികം വെട്ടിമാറ്റിയ 147 നിയോജക മണ്ഡലങ്ങളിൽ 95 എണ്ണത്തിലും BJP ആണ് ജയിച്ചത്. 5000-ന് മേലെ വോട്ടർമാരെ വെട്ടിനിരത്തിയ 187 നിയോജക മണ്ഡലങ്ങളിൽ പകുതിയിലധികവും BJP ആണ് നേടിയത്. ഇപ്പം ഇങ്ങനെ വോട്ടർമാരെ വെട്ടിമാറ്റിയ നിയോജക മണ്ഡലങ്ങളിൽ 20 എണ്ണത്തിൽ TMC തൃണമൂൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചില പത്രങ്ങൾക്ക് വലിയ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ബാധകമാണ്, BJPക്ക് മാത്രമല്ല ആവില്ലെന്ന് അവകാശപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് വസ്തുതാപരമല്ല. കാരണം ആനുപാതികമായി നോക്കുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം വലിയ തോതിലുണ്ടായിരിക്കുന്നത് BJPക്ക് തന്നെയാണ്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി പിന്തുണ ഉള്ള, സ്വാധീനമുള്ള, വോട്ടർ അടിത്തറയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും വലിയ തോതിൽ വോട്ടുകൾ വെട്ടിമാറ്റുകയും ചെയ്തേക്കണം, വോട്ടർമാർ വെട്ടിമാറ്റിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം. നമ്മൾ 28 നിയോജക മണ്ഡലങ്ങളിൽ ഈ വെട്ടുമാറ്റിയ വോട്ടുകളുടെ എണ്ണം ഭൂരിപക്ഷത്തെ കവിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആ വോട്ടർമാരുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ജയിച്ചവരായിരിക്കില്ല, അവരുടെ എതിരാളികളായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെട്ടിനിരുത്തൽ മാത്രമല്ല മമതയുടെ പരാജയത്തിന് പിന്നിലുള്ളത്, അവരുടെ നയങ്ങൾ, തെറ്റായ നയങ്ങൾ, അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഗുണ്ടായിസം, അങ്ങനെ പല കാര്യങ്ങളും ജനങ്ങളെ അവരിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. പക്ഷേ നിർണായകമായത് ഈ വെട്ടിനിരുത്തൽ തന്നെയാണ്.
അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ തിരക്കിട്ടൊരു പരിശോധന നടത്തുന്നത് ശരിയാവില്ല എന്ന് പലരും ചൂണ്ടിക്കാണിച്ചെങ്കിലും അവരതിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. പൗരരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ അവകാശമായി കൊട്ടിഘോഷിക്കുന്ന വോട്ടവകാശം കോടിക്കണക്കിന് പേർക്ക് നിഷേധിക്കുന്നതിൽ അതിന് മേൽനോട്ടം വഹിക്കേണ്ട ഭരണഘടനാ സ്ഥാപനം തന്നെ മുന്നിട്ട് നിൽക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ വർഗീയ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനെ നിയമാനുസൃതമായി ഒന്നായി വെള്ളപൂശാൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ കോടതി കൂട്ടുനിൽക്കുകയും ചെയ്തു. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ച് ഫാസിസം കടന്നു വരുന്നത് ഇതാദ്യമല്ല ലോകത്തിൽ. ഹിറ്റ്ലർ, മുസോളിനിയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെ അവയെ ആശ്രയിച്ചുകൊണ്ട് ഫാസിസത്തെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. പഴയകാല ചരിത്രം നോക്കുകയാണെങ്കിൽ സോവിയറ്റ് ചൈനീസ് ചെമ്പടകളുടെയും നിരവധി രാജ്യങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ട സംഘങ്ങളുടെയും സായുധ പോരാട്ടത്തിലൂടെയാണ് ഫാസിസത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്തും അത് തന്നെയായിരിക്കും അവസ്ഥ. ഇനി നമ്മൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ CPM ഉണ്ടായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPM അണികളിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. പക്ഷേ ഈ ചോർന്ന വോട്ടുകൾ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനും കോൺഗ്രസിലേക്കൊന്നും അല്ല പോയേക്കുന്നത്. നല്ലൊരു പങ്ക് BJPയിലേക്ക് പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ CPMലെ ചില പ്രാദേശിക പ്രവർത്തകർ വ്യക്തിപരമായി എന്നോടത് പറയുകയുണ്ടായി. ഷുവർ വോട്ടെന്ന് കണക്കാക്കി വച്ചിരിക്കുന്ന പലതും BJPയിലേക്കാണ് പോകാൻ പോണേന്നുള്ളത്. അപ്പോൾ അതിന് കാരണമായവർ പറഞ്ഞത് ഈ ദളിത് വോട്ടുകളാണത്. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള എന്താ പറയുക സ്വാധീനം, മതവിശ്വാസത്തിൻ്റെ സ്വാധീനം അവർക്കിടയിലുണ്ട്. ശബരിമല പ്രശ്നം അവരെ വല്ലാതെ വലച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റും. അപ്പോൾ ഈ വിഷയം BJPയിലേക്കുള്ള ഈ ചോർച്ച ഇതിനെ BJPയെ ജയിപ്പിക്കരുത്, എന്ത് വില കൊടുത്തും BJP ജയിക്കുന്നത് തടയണം എന്നുള്ള ആഹ്വാനവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ പ്രചരണം നടത്തിയതുകൊണ്ട് തടയാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. മാത്രമല്ല ഇതിലിപ്പോൾ ആരാണ് വിശ്വാസം വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റിയവർക്ക്? ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ മലക്കം മറിഞ്ഞ്, മാത്രമല്ല ആഗോള എന്താ പറയുക അയ്യപ്പ സംഗമം നടത്തി അതിന് ആദിത്യനാഥനെ ക്ഷണിച്ച് വരുത്തി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരും ഈ പറയുന്ന BJPക്കാരും തമ്മിൽ എവിടെയാണ് വലിയ വ്യത്യാസം ആൾക്കാർ കാണാൻ പറ്റുക? അപ്പോൾ ഇത് ആ തലത്തിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നൊരു ഏകീന അജണ്ടയുമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ആശയ ലോകത്തെ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസങ്ങളെ, അതിൻ്റെ രീതികളെ ആ തലത്തിൽ ചോദ്യം ചെയ്യുന്ന അതിശക്തമായ ഒരു പ്രചരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിരന്തരമായിട്ടുള്ള പ്രചരണവും പ്രവർത്തനവുമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെ മുതലെടുത്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഘികൾ RSS അതിൻ്റെ സ്വാധീനം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അതിലൊരു പൊരുത്തക്കേടുണ്ട്. കാരണം അതെപ്പോഴും അതിൻ്റെ ബ്രാഹ്മണ്യ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വടക്കേ ഇന്ത്യൻ ആചാരങ്ങളും പൂജാവിധികളും ശ്രേഷ്ഠമാണ്, അതാണ് ഏകീകൃത ഹിന്ദുത്വത്തിൻ്റെ അടയാളമായിട്ട് മാറ്റേണ്ടത്, എല്ലായിടത്തും അത് തന്നെയാണ് നടപ്പാക്കേണ്ടത് എന്നൊരു നിർബന്ധ ബുദ്ധി അതിനുണ്ട്. സന്യാസിമാരുടെ സമ്മേളനവും മറ്റൊക്കെ അത് വിളിച്ചു കൂട്ടും. അതിൽ ഇന്ത്യയിൽ എല്ലാവരും സന്യാസിമാരെയും പങ്കെടുപ്പിക്കുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ആ വടക്കേ ഇന്ത്യൻ വൈഷ്ണവ വിശ്വാസ സംഹിതകളെയും ആചാരങ്ങളെയും അടിച്ചേൽപ്പിക്കുക തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അപ്പോൾ നമ്മളിവിടെ മറ്റേ ഓണത്തിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. മാവേലിയുടെ ദിനമായിട്ട്, മടങ്ങിവരവിൻ്റെ ദിനമായിട്ട് ആചരിക്കുന്ന ഓണത്തെ വാമനൻ്റെ ദിനമായിട്ടാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിള നദിയിലും അതുപോലെ പെരിയാറിലുമൊക്കെ തന്നെ നമ്മൾ ഒരിക്കലും കാണാത്ത ചില കെട്ടുകാഴ്ചകളിലൂടെ അവരുടേതായിട്ടുള്ള ചില പൂജാവിധികൾ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു കാലത്തും ഉണ്ടാകാതിരുന്ന ഗണേശോത്സവത്തിനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വിശ്വാസങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങളെയും ആചാര രീതികളെയും ആഘോഷങ്ങളെയും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഓണത്തിൻ്റെ വിഷയത്തിൽ എന്ന പോലെ വാമനൻ്റെ ദിനമായിട്ട് ഓണത്തിനെ മാറ്റാനുള്ള ശ്രമത്തിലുണ്ടായ തിരിച്ചടി പോലെ ചില വൈരുദ്ധ്യങ്ങൾക്കത് വഴിവെക്കുന്നുണ്ട്. അവരുടെ തന്നെ എതിരാളികളെ സൃഷ്ടിക്കുന്നുണ്ട് അവർക്കുള്ളിൽ നിന്ന് തന്നെ.
അപ്പോൾ അത്തരം കാര്യങ്ങളെ കൂടി കണ്ടുകൊണ്ട്, അത്തരം വൈരുദ്ധ്യങ്ങളെ കണ്ടുകൊണ്ട്, അതേപോലെ തന്നെ മോഡിയുടെ സാമ്രാജ്യത്വ വിധേയത്വവും കോർപ്പറേറ്റ് സേവ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നതിൻ്റെ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ശക്തമായ ഇടപെടലുകൾ, ആശയപ്രചരണത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും തലത്തിലുള്ള ഇടപെടലിലൂടെ മാത്രമാണ് ബ്രാഹ്മൺ ഹിന്ദുത്വ ഫാസിസത്തിനെ ചെറുക്കാൻ കഴിയുക. അല്ലാതെ BJPയെ പരാജയപ്പെടുത്തുക എന്നൊരു ഇന അജണ്ടയുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അർത്ഥശൂന്യമായൊരു കാര്യമായിരിക്കും. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ.